ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ വേവ് ഫ്രണ്ട് ഉപയോഗിച്ചു, റിഫ്ലക്ഷൻ പറഞ്ഞു, റിഫ്രാക്ഷൻ പറഞ്ഞു. ഓക്കെ, പിന്നെ അടുത്ത് എഴുതുക റിലേഷൻ ബിറ്റ്വീൻ ഫേസ് ഡിഫറൻസ് ആൻഡ് പാത്ത് ഡിഫറൻസ്. റിലേഷൻ ബിറ്റ്വീൻ ഫേസ് ഡിഫറൻസ് ആൻഡ് പാത്ത് ഡിഫറൻസ്. ഇവിടെ എന്താണ് ഈ ഫേസ് ഡിഫറൻസും പാത്ത് ഡിഫറൻസും? ഫേസ് ഡിഫറൻസിന് ആംഗിളിൽ വരുന്ന വ്യത്യാസം അല്ലേ, ആംഗിളിൽ വരുന്ന വ്യത്യാസമാണ് എന്ത്? ഫേസ് ഡിഫറൻസ്. പാത്ത് ഡിഫറൻസ് എന്താണ്? ഡിസ്റ്റൻസിൽ വരുന്ന വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇതേപോലത്തെ ഒരു വേവ്, നമ്മൾ സാധാരണ വേവ് സൈൻ അല്ലെങ്കിൽ കോസ് വേവ് അല്ല എടുക്കാറ് അല്ലേ. നമ്മൾ സാധാരണ വേവ് എന്ന് പറയുമ്പോൾ എന്താണ് വേവിൻ്റെ ഇക്വേഷൻ? y = a sin ωt - kx എന്നൊക്കെയാണ് എടുക്കാറ് അല്ലേ. നമ്മൾ സാധാരണ ഒരു വേവ് ഇക്വേഷൻ y = a sin ωt - kx അല്ലെങ്കിൽ ωt + kx ഒക്കെയാണ് എടുക്കാറ്. ഇതാണ് ഒരു വേവ് ഇക്വേഷൻ. നമ്മൾ 11th പഠിച്ചിട്ടുണ്ടാവും വേവ്സ് എന്നുള്ള യൂണിറ്റിൽ അല്ലേ. സാധാരണ ഒരു പ്രോഗ്രസീവ് വേവിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ് y = a sin ωt - kx അല്ലെങ്കിൽ kx - ωt എഴുതാറുണ്ട് അല്ലേ. y നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ആണ്, a ആംപ്ലിറ്റ്യൂഡ് ആണ്, ω ആംഗുലാർ ഫ്രീക്വൻസി, k പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ വേവ് നമ്പർ അല്ലേ. ക്ലിയർ? അപ്പോൾ നമ്മൾ ഈ ഫേസ് ഡിഫറൻസും പാത്ത് ഡിഫറൻസും നമ്മളുടെ റിലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതാണ് ആദ്യം പറയുന്നത്. ഒരു വേവ് വരച്ചെന്ന് മാത്രമേ. ഓക്കെ, ഫേസ് ഡിഫറൻസും അതേപോലെ തന്നെ ആരോട് വേണ്ടത്? പാത്ത് ഡിഫറൻസും. ഇപ്പൊ നമുക്കറിയാം ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ലാംഡ അല്ലേ. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് അല്ല നമ്മൾ ലാംഡ എന്ന് പറയാം. വേവ് ലെങ്ത്. ഒരു വേവിന്റെ ലെങ്ത് ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ അവസാനിക്കും അല്ലേ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ അവസാനിക്കുമ്പോൾ വേവ് ലെങ്ത് അല്ലേ. നമ്മളിവിടെ എക്സ് എടുക്കാറുണ്ട്, ഇവിടെ വൈ എടുക്കാറുണ്ട് അല്ലേ. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? ലാംഡ, വേവ് ലെങ്ത്. ലാംഡയ്ക്ക് തുല്യമായ ആംഗിൾ എപ്പോഴും 2π വരില്ലേ? ശരിയാണോ? ലാംഡയ്ക്ക് തുല്യമായ ആംഗിൾ ദാറ്റ് മീൻസ് ഇത് 0, 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, 360 ഡിഗ്രി. ശരിയല്ലേ? 0, π/2, π, 3π/2, 2π. അപ്പൊ ലാംഡയ്ക്ക് ഈക്വലന്റ് ആയിട്ടുള്ള ആളാണ് 2π. ഇതാണ് ആംഗിൾ, ഇതാണ് ഡിസ്റ്റൻസ്. നമ്മൾ ഇതിനെ പാത്ത് ഡിസ്റ്റൻസ് ഡിഫറൻസും പറയും, ഇയാളെ ഫേസ് ഡിഫറൻസും പറയും. ഓക്കെ, അപ്പൊ ലാംഡയ്ക്ക് തുല്യമായിട്ടുള്ള ആരാണ്? 2π. അതിൽ സംശയമില്ലല്ലോ. അപ്പൊ ലാംഡ/2 ആരായിരിക്കും? π അല്ലെ. ലാംഡ/2 ആണ് ഇവിടെ മുതൽ ഇവിടെ വരെ അല്ല. ലാംഡയ്ക്ക് 2π ആണെങ്കിൽ ലാംഡ/2 തുല്യമായിട്ടുള്ള ആംഗിൾ എത്രയായിരിക്കും? π ആണ് വരിക അല്ലെ. ലാംഡ/4 തുല്യമായിട്ടുള്ളതോ 2π/4, അപ്പൊ π/2 വരും. ശരിയാണോ? അങ്ങനെയല്ല നമ്മൾ നോക്കുക ലോജിക്കലി. അപ്പൊ ഇത്രയുള്ള സംഭവം. ലാംഡയ്ക്ക് തുല്യമായ ആംഗിൾ ആരായിരിക്കും? 2π ആയിരിക്കും അല്ലെ. കാരണം ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വേവ് ലെങ്ത് ലാംഡ. ലാംഡയ്ക്ക് തുല്യമായ ആംഗിൾ 0, π/2, π, 3π/2, 2π. അപ്പൊ ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു വിചാരിക്കുക. ഇവിടെ ഒരു പോയിന്റ് എടുത്തു വിചാരിക്കുക, ഡെൽറ്റ. ഇവിടെ ഒരു പോയിന്റ് ഞാൻ എടുത്തു, എത്രയാണ്? ഡെൽറ്റ. അപ്പൊ ഡെൽറ്റയ്ക്ക് തുല്യമായത് എത്രയാണ്? അതെനിക്കറിയില്ല, ഞാൻ φ എടുത്തു. അത്രേ ഉള്ളൂ സംഭവം. ഇവിടെ മുതൽ ഇവിടെ വരെ ലാംഡ. ലാംഡയ്ക്ക് തുല്യമായത് 2π. സംശയമില്ല എല്ലാവർക്കും? ലാംഡയ്ക്ക് തുല്യമായത് 2π. അപ്പൊ ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഡെൽറ്റ. ഡെൽറ്റയ്ക്ക് തുല്യമായത് φ. എനിക്കറിയില്ല. ആ ഡെൽറ്റ എന്ന് പറഞ്ഞ ആൾക്ക് തുല്യമായത് ചിലപ്പോൾ 60 ഡിഗ്രി ആവാം, 45 ആവാം, 70 ആവാം, 65 ഡിഗ്രി ആവാം. എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ φ എടുത്തു. ക്ലിയർ? ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്താൽ എന്താ സംഭവിക്കുക? 5/2π ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ/ലാംഡ. ശരിയല്ലേ? 5/2π is equal to ഡെൽറ്റ/ലാംഡ. ശരിയല്ലേ? ഡെൽറ്റ/ലാംഡ ജസ്റ്റ് ഡിവൈഡ് ചെയ്യാൻ മീൻസ് ഈക്വലൻസി എടുത്ത്, ഈക്വൽ ടു അല്ല ഈക്വലൻസി വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 5/2π is equal to ഡെൽറ്റ/ലാംഡ. അപ്പോൾ φ എന്ത് കിട്ടും? φ is equal to 2π/λ ഇൻറ്റു ഡെൽറ്റ. ഈ ഫൈനെ നമ്മൾ ഫേസ് ഡിഫറൻസ് എന്ന് പറയും. കാരണം ആംഗിൾ ആണ്. ആംഗിൾ പറയാൻ ഉപയോഗിക്കുന്നതാണ് ഫേസ് ഡിഫറൻസ്. ഡിസ്റ്റൻസ് പറയാൻ ഉപയോഗിക്കുന്നതാണ് പാത്ത് ഡിഫറൻസ്. അപ്പൊ എന്താ സംഭവിക്കുക? ഫേസ് ഡിഫറൻസ് ഈക്വൽ ടു 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ് ആണ്. 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ്. 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ്. ക്ലിയർ ആണ് കോൺസെപ്റ്റ്? അടുത്ത ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ആണ്.
ഏറ്റവും എളുപ്പമാണ് പഠിക്കാൻ അല്ലെ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ലാംഡയ്ക്ക് തുല്യമായ ആംഗിൾ 360 2π. ഇവിടെ ഞാൻ ഡെൽറ്റ എടുത്തു. ആ ഡിസ്റ്റൻസ് നമ്മൾ പാത്ത് ഡിഫറൻസ് എന്ന് പറയാം. അത് എനിക്ക് അറിയില്ല. ഡെൽറ്റയ്ക്ക് തുല്യമായ ആംഗിൾ ഞാൻ 5 എടുത്തു, അൺനോൺ. അവ രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുക. 2π/5 ഈക്വൽ ടു ഡെൽറ്റ ബൈ ലാംഡ. അതിന് 5 എന്ന് പറഞ്ഞാൽ 5 കണ്ടുപിടിക്കാൻ 5 is equal to 2π/λ into ഡെൽറ്റ. ശരിയല്ലേ? അപ്പോൾ 5ക്ക് വരും ഫേസ് ഡിഫറൻസ്. ഫേസ് ഡിഫറൻസ് ഈക്വൽ ടു ആര് വരും? 2π/λ into പാത്ത് ഡിഫറൻസ്. ഇതാണ് ഫേസ് ഡിഫറൻസും റിലേഷൻ ബിറ്റ്വീൻ ഫേസ് ഡിഫറൻസ് ആൻഡ് പാത്ത് ഡിഫറൻസ്. ക്ലിയർ ആണോ കോൺസെപ്റ്റ്? അപ്പോൾ ഈ ഇക്വേഷൻ കൃത്യമായിട്ട് പഠിക്കുക. ഫേസ് ഡിഫറൻസ് is equal to 2π/λ into പാത്ത് ഡിഫറൻസ്. ഇതിനൊരു മീനിങ് ഇത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ വിചാരിക്കുക ഇതാണ് സെന്റർ എന്ന് വിചാരിക്കുക. ഇതാണ് സെന്റർ. ഇപ്പോൾ ഒരു വേവ് ഇപ്പോൾ ഇവിടുന്ന് ഒരു വേവ് ഇങ്ങനെ പോയി ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക. ഇവിടുന്ന് അടുത്ത വേവ് അതേ സാധനം ഇങ്ങനെ പോയി ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക. രണ്ടും ഒരേ സമയത്ത് അവിടെ എത്തിയിട്ടുണ്ടാവുക. അതായത് S1, ഇത് S1, ഇത് S2. അപ്പോൾ നമുക്കറിയാം S1O ഈക്വൽ ടു S2O. S1O ഈക്വൽ ടു S2O. അപ്പോൾ അവിടെ പാത്ത് ഡിഫറൻസ് ഇല്ല. കാരണം പാത്ത് ഡിഫറൻസ് എന്താണ്? S1O മൈനസ് S2O. ആൻസർ എന്ത് കിട്ടും? 0. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 10 മീറ്റർ ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും 10 മീറ്റർ കിട്ടും. അപ്പോൾ രണ്ടാം ഡിസ്റ്റൻസ് എത്രയാണ്? S1O മൈനസ് S2O 0 മീറ്റർ. അപ്പോൾ പാത്ത് ഡിഫറൻസ് 0 ആയി. പാത്ത് ഡിഫറൻസ് 0 ആയാൽ ഫേസ് ഡിഫറൻസ് 0 തന്നെ വരും. അപ്പോഴാണ് ഇൻ ഫേസ് എന്നൊക്കെ പറയാം. രണ്ടാളെ ബിഹേവിയർ സെയിം. ഈ വേവിൻ്റെയും ബിഹേവിയർ സെയിം ആവുമ്പോഴാണ് നമ്മൾ ഇൻ ഫേസ് എന്ന് പറയാം അല്ലെ. രണ്ടാളും നമ്മളത് ഓസിലേഷനിലും വേവ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ വർഷം അല്ലെ. രണ്ട് വേവ്സിൻ്റെയും ബിഹേവിയർ സെയിം ആയിക്കഴിഞ്ഞാൽ ഇൻ ഫേസ് ആയിക്കഴിഞ്ഞാൽ പാത്ത് ഡിഫറൻസും ഫേസ് ഡിഫറൻസും ഒന്നും ഉണ്ടാവില്ല. ശരിയല്ലേ? അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഒരു O എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുന്നതിന് പകരം ഒരു സോഴ്സ് S1 അല്ലേ, ഇത് S2. ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു വിചാരിക്കും. ഇവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇയാൾ ഇങ്ങനെ പോകും, ഇയാൾ ഇങ്ങനെ വരും. ദാറ്റ് മീൻസ് ഈ ഡിസ്റ്റൻസ് സെയിം ആണോ? അല്ല. അപ്പോൾ S2O മൈനസ് S1O. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? പാത്ത് ഡിഫറൻസ് കിട്ടുക അല്ലേ. കാരണം ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ളത് 15 മീറ്റർ, ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ളത് 12 മീറ്റർ അല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് 15 മീറ്റർ, ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള 12 മീറ്റർ. അപ്പോൾ എത്രയാണ് വ്യത്യാസം? അവരുടെ പാത്ത് ഡിഫറൻസ് 3 മീറ്റർ. ആ 3 മീറ്ററിന് തുല്യമായിട്ടൊരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. അവിടെ പാത്ത് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിന് തുല്യമായിട്ട് ആരും ഉണ്ടാവും? ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. ക്ലിയർ ആണോ കോൺസെപ്റ്റ്? ഇതിൻ്റെ അടുത്ത ടോപ്പിക്കാണ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ്. സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ്. അപ്പോൾ രണ്ട് വേവ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യുക. അപ്പോൾ രണ്ട് വേവുകൾ ഉണ്ടാവും. ആ രണ്ട് വേവുകൾ തമ്മിൽ എന്ത് ചെയ്യുക? ഓവർലാപ്പ് ചെയ്യുക. ആ പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുക? സൂപ്പർ പൊസിഷൻ എന്ന് പറയാം. അപ്പോൾ വെൻ 2 or more വേവ്സ് ഉണ്ട്, 2 or more വേവ്സ് ഓവർലാപ്പ്. അപ്പോഴാണ് നമുക്ക് എന്ത് നടക്കുക? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ നടക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ സാധാരണ അപ്പൊ റിസൾട്ടന്റ് എന്ത് സംഭവിക്കും? റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് y ഈക്വൽ ടു വെക്ടർ സം ആണ്. y1 പ്ലസ് y2 അപ് ടു yn കിട്ടും. അതേപോലെ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് A എന്ന് പറയുന്നത് A1 പ്ലസ് A2 അപ് ടു AN. പക്ഷെ വെക്ടർ അഡീഷൻ ചെയ്യണം, ഡയറക്ഷൻ കൂടി നോക്കി വേണം ആഡ് ചെയ്യാൻ. അപ്പോൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വെൻ 2 or more വേവ്സ് ഓവർലാപ്പ്, രണ്ടോ അതിൽ കൂടുതൽ വേവ്സോ പരസ്പരം ഓവർലാപ്പ് ചെയ്യുക, ആ പ്രോസസ്സിന് നമ്മൾ എന്തെന്ന് പറയുക? സൂപ്പർ പൊസിഷൻ. അങ്ങനെ ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെക്ടർ സം ഓഫ് ഇൻഡിവിജ്വൽ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഓരോന്നിന്റെ ഡയറക്ഷൻ നോക്കി ഇൻഡിവിജ്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് ആഡ് ചെയ്യണം. അതേപോലെ തന്നെ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് വെക്ടർ സം ഓഫ് ഇൻഡിവിജ്വൽ ആംപ്ലിറ്റ്യൂഡ്. ഇതിനെ നമ്മൾ എന്തെന്ന് പറയാ? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ക്ലിയർ? ഇപ്പൊ രണ്ട് വേവ്സ് വെച്ചിട്ടാണ് ഞാൻ ആ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, അപ്പൊ അതിന് ഞാൻ ആദ്യത്തെ വേവ് y ഈക്വൽ ടു അല്ലെങ്കിൽ y1 is equal to A1 sin ഒമേഗ ടി മൈനസ് കെ എക്സ് എടുത്തു. അവിടെ ഒന്നാമത്തെ വേവിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ സാധാരണ A sin ഒമേഗ ടി മൈനസ് കെ എക്സ് ആണ് ഒരു വേവ് ഇക്വേഷൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, നമ്മൾ വേവ്സ് എന്ന യൂണിറ്റിൽ 11th പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് y1 ആണ് വിചാരിക്കുക, അതിന്റെ ഡിസ്പ്ലേ ആംപ്ലിറ്റ്യൂഡ് A1. അപ്പൊ ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം?
y1 ഈക്വൽ ടു a1 സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് എഴുതി കൂടെ. ഓക്കെ, രണ്ടാമത്തെ വേവ് y2 അത് a2 സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് പ്ലസ് ഫൈവ് ആണ് വിചാരിക്കാം. ശ്രദ്ധിക്കുക, എടാ ആദ്യത്തെ വേവ് a1 സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ്, രണ്ടാമത്തെ വേവ് y2 ഈക്വൽ ടു a2 സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് പ്ലസ് ഫൈവ്. ഈ ഫൈവ് ആരാണ്? ഫേസ് ഡിഫറൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഫൈവ് ആരാണ്? ഫേസ് ഡിഫറൻസ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ രണ്ട് വേവിന്റെയും ബിഹേവിയർ സെയിം അല്ല. എടി ഒന്നാമത്തെ വേവ് ചെയ്യുന്ന അതേ കാര്യമല്ല രണ്ടാമത്തെ വേവ് ചെയ്യുന്നത്. ബിഹേവിയർ ഡിഫറെന്റ് ആകുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ഫേസ് ഡിഫറൻസ് വരിക അല്ലേ. അപ്പോൾ ഒന്നാമത്തെ വേവിന്റെയും രണ്ടാമത്തെ വേവിന്റെയും ബിഹേവിയർ സെയിം ആയാൽ, ഇയാൾ ചെയ്യുന്ന അതേ കാര്യം ഇയാൾ ചെയ്താൽ പിന്നെ ഒരു ഇൻഫേസിലാവും, ഫേസ് ഡിഫറൻസ് ഉണ്ടാവില്ല, പാത്ത് ഡിഫറൻസ് ഒന്നും നോക്കണ്ട. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇയാള് a1 സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് ആണെങ്കിൽ ഇയാൾ എന്താണ്? a2 സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് പ്ലസ് ഫൈവ്. അത് π/2 ആവാം, π/3 ആവാം, എത്ര ആംഗിൾ വേണമെങ്കിലും വരാം. പക്ഷെ രണ്ടാളും ഒരേ കാര്യമല്ല ചെയ്യുന്നത്. ക്ലിയർ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റിസൾട്ടന്റ് എങ്ങനെയാ കാണാം? റിസൾട്ടന്റ് കാണാൻ എന്ത് ചെയ്യണം? y ഈക്വൽ ടു y1 പ്ലസ് y2. ഇത് രണ്ടും കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ക്ലിയർ? അപ്പൊ നമുക്കത് ആഡ് ചെയ്യാനൊന്നും ആവശ്യമില്ല, നമുക്ക് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് മാത്രം പഠിച്ചാൽ മതി. അപ്പൊ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല a ഇസ് ഈക്വൽ ടു നമ്മൾ സാധാരണ രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യുന്ന പോലെ. ഇത് ശരിക്കും ആഡ് ചെയ്യണം, പക്ഷെ അതിന്റെ ആൻസർ നമ്മൾ പഠിച്ചാൽ മതി. നമ്മൾ സാധാരണ രണ്ട് വെക്ടേഴ്സ് എങ്ങനെ ആഡ് ചെയ്യുക? റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് 2ab cos തീറ്റ. കാരണം രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ വെക്ടർ അഡീഷൻ ഉപയോഗിക്കണം. അപ്പൊ റിസൾട്ടന്റ് എങ്ങനെ കാണുക? റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് 2ab cos തീറ്റ. അതേ കോൺസെപ്റ്റാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. എക്ക് പകരം a1, ബിക്ക് പകരം a2 അല്ലെ, അവർക്കിടയിലുള്ള ആംഗിള് ഫൈവ്. ശരിയല്ലേ? അപ്പൊ എന്ത് ചെയ്യും? റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ്. ഇത് റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ആട്ടോ ഞാൻ ചെയ്യുന്നത്. റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ്, റിസൾട്ടന്റ് ഡിസ്പ്ലേസ് നമ്മൾ പറഞ്ഞു, അത് കാണുന്നില്ല. റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് കണ്ടാൽ മതി. റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് a ഇസ് ഈക്വൽ റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് 2a1 a2 cos 5. അപ്പൊ ഇതാണ് രണ്ട് വേവ്സ് തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ റിസൾട്ടന്റ്. ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും. അവർ ഓവർലാപ്പ് ചെയ്ത് നമുക്കൊരു പുതിയ ആംപ്ലിറ്റ്യൂഡ് കിട്ടും. ആ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ജസ്റ്റ് വെക്ടർ അഡീഷൻ ഫോളോ ചെയ്യുക. റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് 2a1 a2 cos 5. ഇത് ഓരോരുത്തരെ ഇൻഡിവിജ്വൽ ആംപ്ലിറ്റ്യൂഡ്, 5 അവർക്കിടയിലുള്ള ആംഗിൾ. ക്ലിയർ? അപ്പൊ ഇവിടെ വരുന്നൊരു സംഭവമാണ് ഇന്റൻസിറ്റി. അത് രണ്ടും അറിഞ്ഞിരിക്കണം, ആംപ്ലിറ്റ്യൂഡും ഇന്റൻസിറ്റി. ഈ ഇന്റൻസിറ്റി എപ്പോഴും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ശ്രദ്ധിക്കുക, ഇന്റൻസിറ്റി എപ്പോഴും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. മാറിപ്പോയത്. എപ്പോഴും വരുന്നൊരു സംഭവമാണ് ഇന്റൻസിറ്റിയും ആംപ്ലിറ്റ്യൂഡും. ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇന്റൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അപ്പൊ I പ്രൊപ്പോർഷണൽ ടു എന്ത് വരും? a സ്ക്വയർ വരും. I പ്രൊപ്പോർഷണൽ ടു a സ്ക്വയർ. അപ്പൊ ഇന്റൻസിറ്റിന്റെ ഫോർമുലയാണ് ഇതിനെയാണ് സ്ക്വയർ ചെയ്യുന്നത്. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? a സ്ക്വയർ ഇസ് ഈക്വൽ ടു a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് 2a1 a2 cos 5. ശരിയല്ലേ? ഈ ഇക്വേഷൻ സ്ക്വയർ ചെയ്യുമ്പോൾ a സ്ക്വയർ ആയി, റൂട്ട് പോയി. a സ്ക്വയർ വരെ നമുക്ക് എന്തെടുക്കാം? I എടുക്കുക. കാരണം ഇന്റൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ. അപ്പൊ a സ്ക്വയറിന് വരം I ഈക്വൽ ടു a1 സ്ക്വയറിന് വരം I1 പ്ലസ് a2 സ്ക്വയറിന് വരം I2 പ്ലസ് 2 ഇൻറ്റു എടാ ഇനി a1 a2 അതിന് വരെ എന്താ എഴുതണോ? a സ്ക്വയർ ആവുമ്പോഴല്ലേ I എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ എക്ക് റൂട്ട് I അല്ലേ വരിക. എടാ ഇന്റൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ, ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ വരുമ്പോൾ നിങ്ങൾക്ക് I എടുക്കാം. പക്ഷെ ആംപ്ലിറ്റ്യൂഡ് വന്നാലോ? കാരണം I പ്രൊപ്പോർഷണൽ ടു a സ്ക്വയർ. അപ്പൊ a പ്രൊപ്പോർഷണൽ ടു റൂട്ട് I അല്ല ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പൊ അവിടെ 2 വന്നു. അപ്പൊ റൂട്ട് a1 a2 വരെ എന്താ വരാ? റൂട്ട് I1 I2 ആണ് വരാ. മാറിപ്പോയത്. റൂട്ട് I1 I2 cos 5. ഇതാണ് റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡിന്റെ ഫോർമുല. ഇതാണ് റിസൾട്ടന്റ് ഇന്റൻസിറ്റിന്റെ ഫോർമുല. ക്ലിയർ ആണോ? മാറിപ്പോകരുത് അല്ലേ. a സ്ക്വയറിന് പകരം I, a1 സ്ക്വയറിന് പകരം I1, a2 സ്ക്വയറിന് I2. കാരണം ഇന്റൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഇനി ഞാൻ 2 അതേപോലെ എഴുതി. പക്ഷേ a1 a2 ഉള്ളൂ. ഇവിടെ സ്ക്വയർ ആണെങ്കിലേ I എഴുതാൻ പറ്റുള്ളൂ. വെറും a വന്നാൽ റൂട്ട് എഴുതണ്ടേ.
അപ്പോൾ √I1 I2 cos phi. ക്ലിയർ ആണോ? അപ്പോൾ രണ്ട് വേവ്സ് തമ്മിൽ ഓവർലാപ്പ് ചെയ്താൽ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. അവരുടെ റിസൾട്ടൻ ആംപ്ലിറ്റ്യൂഡ് ആണുള്ള ഫോർമുല, റിസൾട്ടൻ ഇന്റൻസിറ്റി ആണുള്ള ഫോർമുല. ഇന്റൻസിറ്റി ഡയറക്ട്ലി പ്രപ്പോസ് ടു ആരാണ്? ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ക്ലിയർ? അടുത്തെന്താ വെച്ചാൽ കൊഹിരന്റ് സോഴ്സസ്. അടുത്ത ടോപ്പിക് എന്താണ്? കൊഹിരന്റ് സോഴ്സസ്. അതിന്റെ ഡെഫിനിഷൻ എഴുതാൻ, ടു sources are said to be coherent if they emit light of same frequency. Light of same frequency and start with same phase or constant phase difference between them. ശ്രദ്ധിക്കുക, ഇവിടെ വരുന്നൊരു ടേമാണ് കൊഹിരന്റ് സോഴ്സ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് കൊഹിരന്റ് സോഴ്സ് നോക്കാം. ഈ കൊഹിരന്റ് സോഴ്സ് എന്താ വെച്ചാൽ, ടു സോഴ്സസ് ആർ സെറ്റ് ടു ബി കൊഹിരന്റ് ഇഫ് ദേ എമിറ്റ് ലൈറ്റ് ഓഫ് സെയിം ഫ്രീക്വൻസി. ഇപ്പം രണ്ട് സോഴ്സ് ഉണ്ട് വിചാരിക്കുക. എടാ, ഇയാളൊരു സോഴ്സ്, ഇയാളൊരു സോഴ്സ്. ഈ രണ്ട് സോഴ്സും കൊഹിരൻ്റ് ആവണമെങ്കിൽ ഇയാൾ എമിറ്റ് ചെയ്യുന്ന അതേ ഫ്രീക്വൻസി ആയിരിക്കണം ഇയാളും എമിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ടു സോഴ്സസ് ആർ സെറ്റ് ടു ബി കൊഹിരന്റ് ഇഫ് ദേ എമിറ്റ് ലൈറ്റ് ഓഫ് സെയിം ഫ്രീക്വൻസി. പിന്നെ അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെയിം ഫേസിലായിരിക്കണം. അല്ലേ, ഇയാളെ ക്രസ്റ്റ് ഇവിടെ വന്നാൽ ഇയാളെ ക്രസ്റ്റ് ഇവിടെ, അതായത് സെയിം ഫേസിൽ അവർ സ്റ്റാർട്ട് ചെയ്യണം. സെയിം ഫേസിൽ അവർ സ്റ്റാർട്ട് ചെയ്യണം. അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ആയാലും മാറി. ഇപ്പോൾ ഓൾറെഡി ഇയാളും തമ്മിലൊരു π/3 ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ, അല്ലേ, കാരണം ഇയാളൊരു π/3 പുറകിലായിരിക്കും, അല്ലെങ്കിൽ ഇയാൾ π/3 മുന്നിലായിരിക്കും. പിന്നെ ത്രൂ ഔട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഫേസ് ഡിഫറൻസ് മാറാൻ പാടില്ല. ഓക്കെ, π/3 ആണെങ്കിൽ ത്രൂ ഔട്ട് π/3. അങ്ങനെ സംഭവിച്ചാലും ഈ രണ്ട് സോഴ്സ് നമുക്ക് എന്തെന്ന് പറയാം? കൊഹിരന്റ് സോഴ്സ് എന്ന് പറയാം. ഇത് നമുക്ക് എന്തെന്ന് പറയാം? കൊഹിരന്റ് സോഴ്സ്. അപ്പോൾ കൊഹിരന്റ് സോഴ്സ് എന്താ വെച്ചാൽ, ടു സോഴ്സസ് ആർ സെറ്റ് ടു ബി കൊഹിരന്റ് ഇഫ് ദേ എമിറ്റ് ലൈറ്റ് ഓഫ് സെയിം ഫ്രീക്വൻസി. എമിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി സെയിം ആവണം. ആൻഡ് സ്റ്റാർട്ട് വിത്ത് സെയിം ഫേസ് ഓർ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ്. അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെയിം ഫേസിലായിരിക്കണം. ദാറ്റ് മീൻസ് ഒരേ ബിഹേവിയർ ആയിരിക്കണം. അല്ലെങ്കിൽ അവർ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്താലും മതി. രണ്ട് വേവും തമ്മിൽ π/3 ഉണ്ടെങ്കിൽ ത്രൂ ഔട്ട് π/3 മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അങ്ങനെ രണ്ട് സോഴ്സ് കോൺസ്റ്റന്റ് ഫ്രീക്വൻസി എമിറ്റ് ചെയ്താൽ നമുക്ക് എന്ത് സോഴ്സ് എന്ന് പറയാം? കൊഹിരന്റ് സോഴ്സ് എന്ന് പറയാം. പക്ഷെ ഇത് എപ്പോഴും ഒപ്റ്റെയിൻ ചെയ്ത സിംഗിൾ സോഴ്സ് എന്നാണ്. കൊഹിരന്റ് ഒപ്റ്റെയിൻ ഫ്രം സിംഗിൾ സോഴ്സ്. നമുക്ക് സംശയം വരെ എങ്ങനെയാണ് ഒരു സോഴ്സിന് രണ്ടാളെ കിട്ടുക? കാരണം രണ്ട് സോഴ്സ് ഉണ്ടെങ്കിലല്ലേ കൊഹിരന്റ് ആവുള്ളൂ. ഇപ്പം ഞാൻ എന്ത് പറഞ്ഞു? ദീസ് ആർ ഒപ്റ്റെയിൻ ഫ്രം സിംഗിൾ സോഴ്സ്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഇതേപോലത്തെ നമ്മൾ രണ്ട് വ്യത്യസ്ത സോഴ്സ് എടുത്തു കഴിഞ്ഞാൽ കൊഹിരന്റ് ആയിക്കൊള്ളുന്നില്ല. ഇപ്പം നമ്മളൊരു ലാമ്പ് എടുത്തു, ഒരു സോഡിയം വേപ്പർ ലാമ്പ്, രണ്ട് സോഡിയം വേപ്പർ ലാമ്പ് ഇൻഡിവിജ്വലി എടുത്തു കഴിഞ്ഞാൽ അത് എക്സാക്ട്ലി എന്തായിക്കൊള്ളുന്നില്ല? കൊഹിരന്റ് ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, ഇപ്പം ഇതാണ് നിങ്ങളൊരു സോഴ്സ് വിചാരിക്കുക. ഇതാണൊരു സോഴ്സ്. ഈ സോഴ്സിൻ്റെ വഴിയിൽ ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ, ഇപ്പം ഇതേപോലത്തൊരു രണ്ട് സ്ലിറ്റ് ഇട്ട് വിചാരിക്കുക. അപ്പം ഇതാണ് സോഴ്സ്, സിംഗിൾ സോഴ്സ്. ഞാനൊരു കാർബോർഡ് പോലത്തെ സംഭവം വെച്ച് ഇവിടെ രണ്ട് ഹോൾ ഇട്ടു. ഇവിടെ എളുപ്പത്തിൽ എന്ത് ചെയ്തു? ഇപ്പം ഇതേപോലത്തെ ഒരു കൊഹിരന്റ് സോഴ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതേപോലത്തെ ഒരു സോഴ്സ് ഉണ്ട്. ഇതേപോലത്തെ ഒരു സിംഗിൾ സോഴ്സിന് ഇതേപോലത്തെ ഒരു ബുക്ക് ചെയ്യാൻ വെച്ചു. എന്നിട്ട് ആ ബുക്ക് അല്ലെങ്കിൽ ഒരു കാർബോർഡ് ചെയ്യാൻ വെച്ചു. ഇവിടെ ഒരു ഹോൾ ഇട്ടു, ഇവിടെ ഒരു ഹോൾ ഇട്ടു. അല്ല, അപ്പോൾ കൊഹിരന്റ് സോഴ്സ് ആണിത്. ഇവിടെ ഒരു ഹോൾ, ഇവിടെ ഒരു ഹോൾ. അപ്പോൾ ഇതിലൂടെ ലൈറ്റ് പോകും, ഇതിലൂടെ ലൈറ്റ് പോകും. ഇത് രണ്ടും കൊഹിരന്റ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ശരിയല്ലേ? അപ്പോൾ ഇതാണ് നിങ്ങളുടെ കാർബോർഡ്, ഇതാണ് സിംഗിൾ സോഴ്സ്. ഞാൻ പറഞ്ഞു കൊഹിരന്റ് സോഴ്സ് ആർ ഒപ്റ്റെയിൻ ഫ്രം സിംഗിൾ സോഴ്സ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നിങ്ങളുടെ സിംഗിൾ സോഴ്സ്. ഇവിടെ ഒരു ഹോൾ ഇട്ടു, ഇവിടെ ഒരു ഹോൾ ഇട്ടു, രണ്ട് സ്ലിറ്റുകൾ ഇട്ടു. അപ്പോൾ ഇവിടുന്ന് വരുന്ന ലൈറ്റ് ഈ സ്ലിറ്റിലൂടെയും പുറത്തേക്ക് വരും, ഈ സ്ലിറ്റിലൂടെയും പുറത്തേക്ക് വരും. ഇയാളെ ഫ്രീക്വൻസി സെയിം ആയിരിക്കും. അതായത് ഈ സ്ലിറ്റിലൂടെ വരുന്ന ഫ്രീക്വൻസിയും ഈ സ്ലിറ്റിലൂടെ വരുന്ന ഫ്രീക്വൻസിയും സെയിം. ഒരു കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ആയിരിക്കും, അല്ലെങ്കിൽ സീറോ ഫേസ് ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ ഈ സ്ലിറ്റിലൂടെ വരുന്ന ലൈറ്റ് വേവും ഈ സ്ലിറ്റിലൂടെ വരുന്ന ലൈറ്റ് വേവും കൊഹിരന്റ് ആയി. അങ്ങനെ നമ്മൾ കൊഹിരന്റ് സോഴ്സ് ഉണ്ടാക്കുക. അല്ലാതെ രണ്ടെണ്ണം സെപ്പറേറ്റ് ആയിട്ട് വെച്ചാൽ എപ്പോഴും എന്തായിക്കൊള്ളുന്നില്ല? കൊഹിരന്റ് ആയിക്കൊള്ളണം ഇല്ല. അപ്പോൾ ഒരു സോഴ്സ് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, സ്ലിറ്റ് വെച്ചിട്ട്. അപ്പോൾ ആ സ്ലിറ്റുകളിൽ നിന്ന് വരുന്നത് ആരായിട്ട് ആക്ട് ചെയ്യും? കൊഹിരന്റ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ക്ലിയർ ആണോ കൊഹിരന്റ് സോഴ്സ് എന്താന്ന്?
ശ്രദ്ധിക്കുക, അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഇന്റർഫിയറൻസ്. ഇന്റർഫിയറൻസ്, ലൈറ്റിന്റെ ഇന്റർഫിയറൻസ് ആണ്. അപ്പോൾ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ എഴുതാം. വെൻ ടു light wave of same frequency and constant phase difference superimpose resultant wave amplitude different from individual amplitude. അപ്പോൾ ഇതാണ് ഇന്റർഫിയറൻസിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റർഫിയറൻസ് എന്താണ്? വെൻ ടു ലൈറ്റ് വേവ്സ് ഓഫ് സെയിം ഫ്രീക്വൻസി. അപ്പോൾ അത് കൊഹിരന്റ് ആയിരിക്കും, ആ സോഴ്സസ് കൊഹിരന്റ് ആയിരിക്കും. അപ്പോൾ ടു കൊഹിരന്റ് സോഴ്സസ്, ആ സോഴ്സ് എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസും ആയിരിക്കണം. അപ്പോൾ വെൻ ടു ലൈറ്റ് വേവ്സ് ഓഫ് സെയിം ഫ്രീക്വൻസി, കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ്, ഇവർ തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുക. സൂപ്പർ ഇമ്പോസ് ചെയ്താൽ നമുക്കൊരു പുതിയ വേവ് കിട്ടും. ആ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻഡിവിജ്വൽ ആംപ്ലിറ്റ്യൂഡിന് ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ പുതിയൊരു വേവ് കിട്ടുന്ന ആ പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് പറയുക? ഇന്റർഫിയറൻസ്. അപ്പോൾ ഇന്റർഫിയറൻസ് എന്ന് പറഞ്ഞാൽ വെൻ ടു ലൈറ്റ് വേവ്സ് ഓഫ് സെയിം ഫ്രീക്വൻസി ആൻഡ് കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് സൂപ്പർ ഇമ്പോസ് റിസൾട്ടന്റ് വേവ് ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ഇൻഡിവിജ്വൽ. അപ്പോൾ അങ്ങനെ ഓവർലാപ്പ് ചെയ്ത് രണ്ട് കൊഹിരന്റ് അല്ലെങ്കിൽ കൊഹിരന്റ് സോഴ്സസ് എന്ന വേവ്സ് പരസ്പരം ഓവർലാപ്പ് ചെയ്യുക. ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ വേവ് കിട്ടും അല്ലെ? ആ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻഡിവിജ്വലിന് ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനത്തെ ഫിനോമിനെ നമ്മൾ എന്താ പറയുക? ഇന്റർഫിയറൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇന്റർഫിയറൻസ് സാധാരണ രണ്ട് വിധത്തിൽ നടക്കാറുണ്ട്. ഒന്ന് കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ഉണ്ട്. അപ്പൊ ഈ ഇന്റർഫിയറൻസ് തന്നെ ഓവർലാപ്പിംഗ് അല്ലെങ്കിൽ രണ്ട് വേവുകൾ തമ്മിലുള്ള സൂപ്പർ ഇമ്പോസ്, രണ്ട് ടൈപ്പ് നടക്കാം. ഒന്ന് കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്, അടുത്ത എന്താണ്? ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. ഈ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് എന്താണെന്ന് വെച്ചാൽ ഓവർലാപ്പിന് ശേഷം ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവണം. ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയാൽ സ്വാഭാവികമായിട്ടും ഇന്റൻസിറ്റിയും മാക്സിമം ആവും. ആംപ്ലിറ്റ്യൂഡ് മാക്സിമം, അതേപോലെ തന്നെ ആര് മാക്സിമം? ഓവർലാപ്പിന് ശേഷം ഇന്റൻസിറ്റി മാക്സിമം ആവുക. ഇതിനെ നമ്മൾ എന്ത് സൂപ്പർ പൊസിഷൻ എന്ന് പറയാ? കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ. അപ്പൊ ഡിസ്ട്രക്റ്റീവ് അതിന്റെ നേരെ തിരിച്ചാണ്. ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടന്റിന്റെ ആംപ്ലിറ്റ്യൂഡ് മിനിമം ആവും, അതേപോലെ തന്നെ റിസൾട്ടന്റ് വേവിന്റെ ഇന്റൻസിറ്റിയും മിനിമം ആവും. ശരിയല്ലേ? അപ്പോൾ സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമത്തിലേക്ക് പോവുക, ഇന്റൻസിറ്റി മാക്സിമത്തിലേക്ക് പോവുക. അത്തരം സൂപ്പർ പൊസിഷൻ നമ്മൾ കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ എന്ന് പറയും. ആംപ്ലിറ്റ്യൂഡ് മിനിമം ആവുക, ഇന്റൻസിറ്റി മിനിമം ആവുക സൂപ്പർ ഇമ്പോസ് ചെയ്തതിന് ശേഷം. അതിന് നമ്മൾ എന്തെന്ന് പറയും? ഡിസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ എന്ന് പറയും അല്ലേ? നമ്മൾ ആംപ്ലിറ്റ്യൂഡിന്റെ ഫോർമുല എന്താ പഠിച്ചത്? എ സ്ക്വയർ ആണെങ്കിൽ A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 കോസ് 5. ശരിയല്ലേ? ഇന്റൻസിറ്റി ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഇന്റൻസിറ്റി I is equal to I1 പ്ലസ് I2 പ്ലസ് 2 into റൂട്ട് I1 I2 കോസ് 5. ശരിയല്ലേ? അപ്പൊ ഈ ആംപ്ലിറ്റ്യൂഡ് ഒക്കെ ഇത് റിസൾട്ടന്റിന്റെ ആംപ്ലിറ്റ്യൂഡ്, ഇത് റിസൾട്ടന്റിന്റെ ഇന്റൻസിറ്റി. ഇത് മാക്സിമം ആയി കഴിഞ്ഞാൽ, മാക്സിമം എപ്പോഴാണോ നിങ്ങൾക്ക് കിട്ടുന്നത്, അപ്പൊ നമുക്ക് കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ എന്ന് പറയാം. മിനിമം കിട്ടിയാൽ ഡിസ്ട്രക്റ്റീവ് എന്നും പറയാം അല്ല? ഇതേ സംഭവം തന്നെ എവിടെയും വരിക, കാരണം രണ്ട് ഇൻഡിവിജ്വൽ ആണ്. പക്ഷെ നമുക്കറിയാം ആംപ്ലിറ്റ്യൂഡോ ഇന്റൻസിറ്റിയോ മാക്സിമം ആവണമെങ്കിൽ കോസ് 5ന്റെ വാല്യൂ ആരാവണം? എടാ കോസ് 5ന്റെ വാല്യൂ 1 ആവണ്ടേ? എടാ കോസ് തീറ്റയുടെ വാല്യൂ മാക്സിമം എന്ന് പറഞ്ഞാൽ 1 അല്ലേ? സൈൻ തീറ്റ കോസ് തീറ്റയുടെ ഒക്കെ മാക്സിമം വാല്യൂ എത്രയാണ്? 1. അതിൽ കൂടുതൽ വാല്യൂ കിട്ടുമോ? മറ്റൊക്കെ 1/2 √3/2 ഒക്കെ അല്ലേ? അപ്പോൾ കോസിനും സൈനും കിട്ടാവുന്ന മാക്സിമം വാല്യൂ എത്രയാണ്? 1. അപ്പൊ ഈ കോസ് 5ന്റെ വാല്യൂ 1 വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? കോസ് 5 1 വരുമ്പോഴാണ് നമുക്ക് എന്തെന്ന് പറയാ? മാക്സിമം എന്ന് പറയാം അല്ലെ? കോസ് 5ന്റെ വാല്യൂ 1 വരുമ്പോഴാണ് മാക്സിമം കിട്ടുക. ക്ലിയർ? അപ്പൊ കോസ് 5ന്റെ വാല്യൂ 1 വരണമെങ്കിൽ 5 ആരൊക്കെ ആവണം?
എടാ കോസ് 0 1 കിട്ടണമെങ്കിൽ 0 ഒന്നൂടെ അല്ലെ, കോസ് ഫൈയുടെ വാല്യൂ 1 കിട്ടണം. അപ്പോഴാണ് നമുക്ക് മാക്സിമം വാല്യൂ എന്ന് പറയാം. അപ്പോഴാണ് കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ നടക്കുക. അപ്പോൾ ഫൈൻ്റെ വാല്യൂ 0ക്ക് കിട്ടും, അല്ലെങ്കിൽ 2π അല്ലെ. കോസ് 2πൻ്റെ വാല്യൂ 1 അല്ലേ, അല്ലെങ്കിൽ എത്ര വരണം 4π അല്ലെങ്കിൽ 6π എക്സെട്രാസ്. ശരിയാണോ? എടാ കോസ് 0 1, കോസ് 2π 1, കോസ് 4π 1, കോസ് 6π ഇതൊക്കെ 1 ആണ് ആൻസർ. അപ്പോഴാണ് നമുക്ക് കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ കിട്ടുക. അപ്പോൾ ഡിസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ കിട്ടണമെങ്കിലോ കോസ് ഫൈൻ്റെ വാല്യൂ മിനിമം ആവണം. മിനിമം എന്ന് പറഞ്ഞാൽ -1 ആവണം. ശരിയല്ലേ? അപ്പോൾ കോസ് ഫൈൻ്റെ വാല്യൂ മാക്സിമം 1 കിട്ടിയാൽ കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ. കോസ് ഫൈൻ്റെ വാല്യൂ മിനിമം, ദാറ്റ് മീൻസ് -1 ആണ് മിനിമം വാല്യൂ. കോസിന്റെ മിനിമം വാല്യൂ -1 അല്ലേ, അപ്പോൾ നമുക്ക് എന്ത് സൂപ്പർ പൊസിഷൻ കിട്ടും? ഡിസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ കിട്ടും. അപ്പോൾ ഫൈൻ്റെ വാല്യൂസ് ഏതൊക്കെ വരിക? എടാ -1 വരണമെങ്കിൽ 180 വരണ്ടേ, കോസ് 180 π, പിന്നെ അടുത്ത് 3π ആണ് കിട്ടുക, അടുത്ത് 5π, അടുത്ത് 7π, ഇങ്ങനെ പോകും. ശരിയല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടോപ്പിക്ക്. അപ്പോൾ കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ നടക്കാൻ 5 0 2π 4π 6π ഇങ്ങനെ പോയാൽ മതി. ഇതിൻ്റെയൊക്കെ വാല്യൂ 1 ആണ്. പൈ 180 കഴിഞ്ഞാൽ 3π 5π 7π ഇതിൻ്റെയൊക്കെ വാല്യൂ എത്രയാണ്? -1 ആണ്. അപ്പോൾ ജനറൽ ആയിട്ട് 5 ഈക്വൽ ടു നമ്മൾ 2π എന്ന് പറയും. അല്ലെ എന്നിൻ്റെ വാല്യൂസ് 0 1 2 3 എക്സെട്രാസ്. ശരിയാണോ? എടാ 5. അപ്പോൾ കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ നടക്കാനുള്ള കണ്ടീഷൻ ചോദിച്ചാൽ ഫേസ് ഡിഫറൻസ് 5 എന്ന് പറഞ്ഞാൽ ഫേസ് ഡിഫറൻസ് 2πn ആയാൽ മതി. എന്നിൻ്റെ വാല്യൂ 0 കൊടുത്തു കഴിഞ്ഞാൽ 0 കിട്ടി, 1 കൊടുത്തു കഴിഞ്ഞാൽ 2π, 2 കൊടുത്തു കഴിഞ്ഞാൽ 4π, 3 കൊടുത്തു കഴിഞ്ഞാൽ 6π. ക്ലിയർ അല്ലേ? അപ്പോൾ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ആണ്. കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ നടക്കാൻ ഫേസ് ഡിഫറൻസ് 2πn ആയാൽ മതി. ക്ലിയർ? എന്നിൻ്റെ വാല്യൂസ് 0 1 2 3 എക്സെട്രാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതേ സംഭവം കിട്ടും. ഡിസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ നടക്കാൻ 5 is equal to 2n minus 1 into π ആണ്. 2n minus 1 into π. ശ്രദ്ധിക്കണം, എന്നിൻ്റെ വാല്യൂസ് 1 2 3 എക്സെട്രാസ് ആണ് അല്ലേ. ഇപ്പം എന്നിൻ്റെ വാല്യൂ 1 കൊടുത്താലോ 1 into 2 2 2 minus 1 π കിട്ടും. 2 കൊടുത്താലോ 2 into 2 4 minus 1 3π കിട്ടും അല്ലെ. 3 കൊടുത്താൽ 3 into c 6 minus 1 5π കിട്ടും. ക്ലിയർ ആണ്? അപ്പോൾ ഇത് രണ്ട് കണ്ടീഷൻസ് ഓർത്തിരിക്കുക. കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ നടക്കാനുള്ള ഫേസ് ഡിഫറൻസ് എന്തായിരിക്കണം? രണ്ട് വേവുകൾ തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്ത് ആംപ്ലിറ്റ്യൂഡോ ഇന്റൻസിറ്റിയോ മാക്സിമം ആവണമെന്നാണ് കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ. കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ നടക്കാൻ ഫേസ് ഡിഫറൻസ് 2πn ആയിരിക്കണം അല്ലെ. n 0 1 2 3 എക്സെട്രാസ്. ഡിസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ നടക്കാൻ ഫേസ് ഡിഫറൻസ് 2n minus 1 into π ആവും. പക്ഷേ എന്നിൻ്റെ വാല്യൂസ് 1 2 3 എക്സെട്രാസ് മാറിപ്പോയത്. ഇത് 0 1 2 3 എക്സെട്രാസ്, ദിസ് ഇസ് 1 2 3 എക്സെട്രാസ് അല്ലെ. 1 കൊടുത്താൽ π കിട്ടും, 2 കൊടുത്താൽ 3π കിട്ടും, 3 കൊടുത്താൽ 5π കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ ഫേസ് ഡിഫറൻസ് കിട്ടിയാൽ നമുക്ക് പാത്ത് ഡിഫറൻസ് കണ്ടൂടെ? എന്താണ് ഫേസ് ഡിഫറൻസിന്റെ ഫോർമുല നമ്മൾ പഠിച്ചത്? 5 is equal to 2π by lambda into path difference അല്ലേ. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു, ഫേസ് ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാത്ത് ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. ഫേസ് ഡിഫറൻസും പാത്ത് ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻ എന്താണ്? 5 is equal to 2π by lambda into ഡെൽറ്റ. ഡെൽറ്റ അല്ലേ പാത്ത് ഡിഫറൻസ്. അപ്പോൾ ഡെൽറ്റ എങ്ങനെ കാണുക? ഡെൽറ്റ ഈക്വൽ ടു എന്താ വരിക? ഡെൽറ്റ ഈക്വൽ ടു ലാംഡ ബൈ 2π into 5 ആണ്. ശരിയാണോ? എടാ ഫേസ് ഡിഫറൻസ് നമുക്ക് കിട്ടി. എനിക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് പാത്ത് ഡിഫറൻസ് ആണ്. പാത്ത് ഡിഫറൻസ് കാണാൻ ആ ഫോർമുല റീഅറേഞ്ച് ചെയ്താൽ മതി. ഡെൽറ്റ ഈക്വൽ ടു ലാംഡ ബൈ 2π into 5. സോ ലാംഡ ബൈ 2π into 5 എത്ര കിട്ടിയത്? 5 2πn. 5 2πn. 2π ക്യാൻസൽ. അപ്പോൾ പാത്ത് ഡിഫറൻസ് എന്ത് കിട്ടും? പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു n ലാംഡ. എടാ ഇതും ഇമ്പോർട്ടൻ്റ് റിസൾട്ട് ആണ്. അപ്പോൾ പാത്ത് ഡിഫറൻസ് എത്ര മതി? n ലാംഡ വരണം. ക്ലിയർ? ഓരോ പോയിന്റ് ആയിട്ട് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് നടക്കാനുള്ള ഫേസ് ഡിഫറൻസ് 2πn ആയിരിക്കണം. പാത്ത് ഡിഫറൻസ് ആരായിരിക്കണം? n ലാംഡ ആയിരിക്കണം. എന്നിന്റെ വാല്യൂ 0 1 2 3 എക്സെട്രാസ്. ആ പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഇസ് 0 ലാംഡ അല്ലെ. എന്നിന് 1 കൊടുത്താൽ എന്നിന് 0 കൊടുത്താൽ 0, 1 കൊടുത്താൽ ലാംഡ, പിന്നെ 2 ലാംഡ 3 ലാംഡ എക്സെട്രാസ്. ഇതാണ് പാത്ത് ഡിഫറൻസ് കിട്ടുക. ക്ലിയർ? അപ്പോൾ ഈ രണ്ട് റിസൾട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് നടക്കാൻ ഫേസ് ഡിഫറൻസ് 2πn ആയിരിക്കണം. പാത്ത് ഡിഫറൻസ് n ലാംഡ ആയിരിക്കണം. കാരണം നമ്മളിത് കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ഉപയോഗിക്കുന്നുണ്ട്.
ഓക്കെ, അപ്പോ പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു എൻ ലാംഡ. ഏത് സൂപ്പർ പൊസിഷന്? കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ. അപ്പോൾ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ പാത്ത് ഡിഫറൻസ് 0, ലാംഡ, 2 ലാംഡ, 3 ലാംഡ. 0ക്ക് 0, ലാംഡയ്ക്ക് 2π. നമ്മൾ നേരത്തെ പറഞ്ഞു ലാംഡ ഈക്വലന്റ് ടു 2π, 2 ലാംഡയ്ക്ക് 4π, 3 ലാംഡയ്ക്ക് 6π, അങ്ങനെ പോകും. ക്ലിയർ? അപ്പൊ ഇതാണ് കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ. ക്ലിയർ അല്ലേ? അപ്പൊ പറ, ഡിസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ നടക്കാൻ എപ്പോഴും എത്രയായിരിക്കും? എഗെയിൻ നമുക്ക് കണ്ടുപിടിക്കാം പാത്ത് ഡിഫറൻസ്. ഫേസ് ഡിഫറൻസ് കിട്ടിയല്ലോ. ഫേസ് ഡിഫറൻസ് എത്ര കിട്ടിയത്? 2n - 1 × π. ഇനി പാത്ത് ഡിഫറൻസ് ആണ്, സെയിം ഫോമുല തന്നെ, ലാംഡ ബൈ 2π ഇൻറ്റു ഫേസ് ഡിഫറൻസ്. ലാംഡ ബൈ 2π ഇൻറ്റു ഫേസ് ഡിഫറൻസ്. ആ ഫോമുലയാണ് കിട്ടിയത്. അത് അറിയില്ലെങ്കിൽ സൈഡിൽ എഴുതി വെക്കണം. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാത്ത് ഡിഫറൻസ് ഇസിക്കൽ ലാംഡ ബൈ 2π ഇൻറ്റു ഫേസ് ഡിഫറൻസ്. അപ്പം ലാംഡ ബൈ 2π ഇൻറ്റു എത്ര ഫേസ് ഡിഫറൻസ്? 2n - 1 × π. 2n - 1 ഇൻറ്റു π. അപ്പോൾ അതിൽ ആര് ക്യാൻസൽ ആവും? ഈ പൈ ക്യാൻസൽ ആവും. അപ്പോൾ എന്ത് കിട്ടും? പാത്ത് ഡിഫറൻസ്. ഞാനത് ഒന്നുകൂടി എഴുതുകയാണ്. പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഈക്വൽ ടു 2n - 1 ഇൻറ്റു ലാംഡ ബൈ 2. 2n - 1 ഇൻറ്റു ലാംഡ ബൈ 2. ഇതാണ് ഡിസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ നടക്കാനുള്ള കണ്ടീഷൻ. ഡിസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ. സൂപ്പർ പൊസിഷൻ നടന്നിട്ട് ആംപ്ലിറ്റ്യൂഡോ ഇന്റൻസിറ്റിയോ മിനിമം ആവണമെന്നുണ്ടെങ്കിൽ, ആംപ്ലിറ്റ്യൂഡോ ഇന്റൻസിറ്റിയോ മിനിമം ആവാനുള്ള കണ്ടീഷൻ എന്താണ്? പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു 2n - 1 ഇൻറ്റു ലാംഡ ബൈ 2. അല്ല, എന്നിന്റെ വാല്യൂസ് ഏതൊക്കെയാണ്? 0 ഇല്ല, 1 2 3 എക്സെട്രാസ്. അപ്പോൾ ഏതൊക്കെ വാല്യൂ വരിക? ഡെൽറ്റ ഈക്വൽ ടു, എടാ 1 കൊടുത്താൽ എത്ര കിട്ടുക? 1 × 2 2, 2 - 1. അപ്പം ലാംഡ ബൈ 2 അല്ല കിട്ടുക. അപ്പോൾ ആദ്യത്തെ വാല്യൂ ലാംഡ ബൈ 2 വരും. കാരണം 1 കൊടുത്താൽ 1 × 2 2, 2 - 1 1, ലാംഡ ബൈ 2. അടുത്ത എത്ര കിട്ടുക? 2 കൊടുത്താൽ 2 × 2 4, 4 - 3 ലാംഡ ബൈ 2, 3 ലാംഡ ബൈ 2. അടുത്തത് 5 ലാംഡ ബൈ 2, അടുത്ത 7 ലാംഡ ബൈ 2. ഇങ്ങനെ പോകും. ക്ലിയർ ആണോ? അപ്പോൾ കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ നടക്കാൻ 0 ലാംഡ 2 ലാംഡ 3 ലാംഡ. അതെന്താണ്? ലാംഡ ബൈ 2, 3 ലാംഡ ബൈ 2, 5 ലാംഡ ബൈ 2, 7 ലാംഡ ബൈ 2. ക്ലിയർ? പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ n 0 1 2 3 എക്സെട്രാസ്, ഇവിടെ n 1 2 3 എക്സെട്രാസ്. ക്ലിയർ ആണോ? അപ്പോൾ ഇന്റർഫിയറൻസ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വേവുകൾ തമ്മിൽ, സെയിം ഫ്രീക്വൻസി ഉള്ള രണ്ട് വേവുകൾ, കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ഉള്ള രണ്ട് വേവുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടന്റ് ആയിട്ട് നമുക്കൊരു വേവ് കിട്ടും. അതിനെ നമ്മൾ ഇന്റർഫിയറൻസ് എന്ന് പറയാം. ആ റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം വരാം, മിനിമം വരാം, ഇന്റൻസിറ്റി മാക്സിമം വരാം, മിനിമം വരാം. അങ്ങനെ മാക്സിമം കിട്ടുന്ന കണ്ടീഷൻ സൂപ്പർ പൊസിഷൻ നമ്മൾ എന്തെന്ന് പറയാ? കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. മിനിമം കിട്ടുന്ന കേസിന് നമ്മൾ എന്താ പറയാ? ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് നടക്കാൻ ഫേസ് ഡിഫറൻസ് ആരായിരിക്കണം? 2πn ആയിരിക്കണം. ഡിസ്ട്രക്റ്റീവ് നടക്കാൻ 2n - 1 × π ആയിരിക്കണം ഫേസ് ഡിഫറൻസ്. അങ്ങനെ വന്നാൽ പാത്ത് ഡിഫറൻസ്, അതാണ് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ്, പാത്ത് ഡിഫറൻസ് n ലാംഡ ആയിരിക്കണം. അല്ലെ? കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ നടക്കാൻ പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു n ലാംഡ. എന്നിന്റെ വാല്യൂസ് 0 1 2 3 എക്സെട്രാസ്. ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് നടക്കാൻ പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു 2n - 1 × ലാംഡ ബൈ 2. 2n - 1 × ലാംഡ ബൈ 2, വേർ n 1 2 3 എക്സെട്രാസ്. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷനും അതേപോലെ തന്നെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. നമുക്കൊരു 1-2 എക്സാമ്പിൾസ് നോക്കാം. Two plane monochromatic wave with amplitude A to A and difference in phase by pi by 3. Difference in phase by pi by 3 radian. Calculate resultant amplitude and intensity.
കാൽക്കുലേറ്റ് റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഇന്റൻസിറ്റി. ശ്രദ്ധിക്കുക, ടു പ്ലെയിൻ മോണോക്രോമാറ്റിക് വേവ് വിത്ത് ആംപ്ലിറ്റ്യൂഡ് അല്ലേ. അപ്പൊ A1 പകരം നമുക്ക് എന്ത് കൊടുക്കാം? A1 പകരം A ആണ്, A2 പകരം 2A ആണ്. ശരിയല്ലേ? ടു പ്ലെയിൻ മോണോക്രോമാറ്റിക് വേവ് വിത്ത് ആംപ്ലിറ്റ്യൂഡ് A and 2A. ഡിഫറെൻറ്റ് ഫേസ്. അപ്പോൾ ഫൈ എന്നിട്ട് എത്രയാണ്? π/3 അല്ലേ. π/3 എന്നാൽ 60 ഡിഗ്രി അല്ലേ. π/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ഡിഗ്രി അല്ലേ. കാൽക്കുലേറ്റ് ദ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ എന്താണ് റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല? A is equal to root of A1 square plus A2 square plus 2A1 A2 cos phi. ശരിയല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് A1 സ്ക്വയറിന് വരും തോരും A സ്ക്വയർ പ്ലസ് A2 എന്ന് പറഞ്ഞാൽ 2A ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4A സ്ക്വയർ വരും. ശരിയല്ലേ? കാരണം 2A ദ ഹോൾ സ്ക്വയർ വരണം. കാരണം A2ൻ്റെ വാല്യൂ 2A ആണ്. അതിൻ്റെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4A സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു A1 പകരം A അല്ലേ, A2 പകരം 2A അല്ലേ, ഇൻറ്റു കോസ് 60 വരും അല്ലേ. കോസ് π/3 വരും. കോസ് 60 എത്രയാണ്? 1/2 അല്ലേ. കോസ് 60ൻ്റെ ആൻസർ 1/2 വരും. അപ്പോൾ ഈ 2ഉം ഈ 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അവസാന ആൻസർ എന്ത് കിട്ടും? റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് 4A സ്ക്വയർ പ്ലസ് 2AA 2A സ്ക്വയർ അല്ലേ. 2AA 2A സ്ക്വയർ ആഡ് ചെയ്തൂടെ. അപ്പോൾ എന്താ കിട്ടുക? റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് ഇസിക്കൽ റൂട്ട് ഓഫ് 7A സ്ക്വയർ അല്ലേ വരിക. കാരണം 4 + 2 6, 6 + 1 7A സ്ക്വയർ. അപ്പോൾ റൂട്ട് 7A ആണ് റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ്. ശരിയല്ലേ? റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് ആ രണ്ട് വേവുകൾ ഓവർലാപ്പ് ചെയ്തിട്ട് റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് എപ്പോഴും ആർക്ക് തുല്യമാണ്? റൂട്ട് 7A. അപ്പോൾ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് കിട്ടി. ഇനി ഇന്റൻസിറ്റി ആണുള്ള ഫോർമുല. ഇന്റൻസിറ്റി എന്താണ് ഫോർമുല? ശരിക്കും ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ് ഇന്റൻസിറ്റിൻ്റെ ഫോർമുല? ശരിക്ക് I1 + I2 + 2 √I1 I2 cos phi. അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് റിലേഷൻ അറിയാം. ഇന്റൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ആരാണ്? ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഇന്റൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. ഇപ്പോൾ എത്രയാണ് ആംപ്ലിറ്റ്യൂഡ്? അപ്പോൾ റിസൾട്ടൻ്റ് എങ്ങനെയാണ് വരിക? റിസൾട്ടൻ്റ് ഇന്റൻസിറ്റി I ഈക്വൽ ടു എന്ത് കിട്ടും? ഇതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി അല്ലേ. റൂട്ട് 7. അപ്പോൾ 7A സ്ക്വയർ വരും. 7A സ്ക്വയർ വരും. ക്ലിയർ അല്ലേ? കാരണം ഇന്റൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ടു സോഴ്സ് ഓഫ് ഇന്റൻസിറ്റി I and 4I. Two sources of intensity I and 4I are used in interference. Find intensity at points. Find intensity at points where the waves superimpose with phase difference. First case 0, second case pi, third case pi/2. അപ്പോൾ ശ്രദ്ധിക്കുക, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ടു സോഴ്സ് ഓഫ് ഇന്റൻസിറ്റി I and 4I. ടു സോഴ്സ് ഓഫ് ഇന്റൻസിറ്റി I and 4I. അപ്പോൾ I1 വരെ എത്രയാണ് കൊടുത്തുള്ളത്? I1 പകരം I-യും I2 പകരം 4I-യും. ശരിയല്ലേ? ആർ യൂസ്ഡ് ഇൻ ഇന്റർഫിയറൻസ്. ഫൈൻഡ് ഇന്റൻസിറ്റി അറ്റ് പോയിന്റ്സ് വേർ ദ വേവ്സ് സൂപ്പറിംപോസ് വിത്ത് എ ഫേസ് ഡിഫറൻസ് ഓഫ്. 3 കേസ് കാണാണ്ട് ആദ്യം ഫേസ് ഡിഫറൻസ് 0 അല്ലേ. അപ്പോൾ എന്താണ് റിസൾട്ടന്റിന്റെ ഫോർമുല? ആദ്യം എഴുതാം. എന്താണ് ഫോർമുല? I is equal to I1 plus I2 plus 2 into root I1 I2 cos phi. അത് പുറത്താണ്
ശ്രദ്ധിക്കണം അല്ലെ. ഇതാണ് നമ്മളെ റിസൾട്ടന്റ് ഇന്റൻസിറ്റി സൂപ്പർ പൊസിഷൻ ശേഷമുള്ള റിസൾട്ടന്റ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല. I1 + I2 + 2 × √I1 I2 cos φ. ഇനി നമുക്ക് ആദ്യത്തെ കേസ് നോക്കാം. എന്താണ് ഫസ്റ്റ് കേസ്? ഫസ്റ്റ് കേസിൽ ഫൈ എത്രയാണ്? ഫൈ 0 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ 0 ഡിഗ്രി ആകുമ്പോൾ എന്ത് സംഭവിക്കും? I = I1 പകരം I പ്ലസ് I2 പകരം 4I അല്ലേ, പ്ലസ് 2 × √I1 പകരം I അല്ലെ, I2 പകരം 4I ഇൻറ്റു cos φ. cos φ എന്ന് പറഞ്ഞാൽ cos 0. cos 0 എത്രയാണ്? cos 0 1. അപ്പോൾ എത്രയല്ലേ ഉണ്ടാവുള്ളൂ? അപ്പോൾ എത്ര കിട്ടുക? I = I + 4I + 2 ഇതെന്താ വരിക? √4I². √4I² എന്ന് പറഞ്ഞാൽ ഇൻറ്റു 2I അല്ലേ വരിക അല്ല, √4I² 2I. അപ്പോൾ 2 × 2 4, 4 + 4 8. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 9I കിട്ടും. ശരിയാണോ? അപ്പോൾ ആൻസർ 9I കിട്ടൂലേ, കാരണം ഇത് 2 × 2 4I, 4I + 4I 8I, 8I + I 9I. അപ്പോൾ ആദ്യത്തെ കേസ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കേസ് എന്താ പറയുന്നത്? സെക്കൻഡ് കേസ് പൈ ആണ് അല്ലേ. അപ്പോൾ പൈ ആണ് ഫേസ് ഡിഫറൻസ്. അപ്പോൾ cos π എന്ന് പറഞ്ഞാൽ cos 180 വരും, cos π -1 വരും അല്ലേ, 180 വരും, -1 വരും. ശരിയല്ലേ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? I = I1 പകരം I പ്ലസ് 4I, I2 പകരം 4I പ്ലസ് 2 × √I × 4I × -1 ആണ് വരിക. ശരിയല്ലേ? കാരണം cos 180 വരും, -1. അപ്പോൾ അത് I = I + 4I, I + 4I. ഇനി ശ്രദ്ധിക്കുക, ഇത് റൂട്ട് എന്താണ്? √4I². അപ്പോൾ അത് 2I, പക്ഷെ മൈനസ് ഉണ്ട് അല്ല, അവിടെ -1 ഉണ്ട്. അപ്പോൾ എന്താ കിട്ടുക? -4I ആണ് വരിക, -4I ആണ് വരിക. ക്ലിയർ അല്ലേ? ആ -4I ആകുമ്പോൾ 4I - 4I ക്യാൻസൽ, ആൻസർ എത്ര തന്നെ കിട്ടുക? ആൻസർ I തന്നെ കിട്ടും അല്ലേ. റിസൾട്ടിന്റെ ആൻസർ എത്ര തന്നെ കിട്ടുക? I തന്നെ കിട്ടും. ശരിയാണോ? എടാ മനസ്സിലായോ? കാരണം ഇവിടെ മൈനസ് ഉണ്ട്, അപ്പോൾ ഈ ടേം മൈനസ് ആയി പോകും. നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ടാമത്തെ ടേം മൈനസ് ആവുന്നുള്ളൂ അല്ലേ. ഇനി നോക്കുക മൂന്നാമത്തെ കേസ് എന്താണ്? ഇനി നമുക്ക് മൂന്നാമത്തെ കേസ് നോക്കാം. മൂന്നാമത്തെ കേസ് എന്താ പറഞ്ഞത്? π/2 അല്ലേ. π/2 എന്ന് പറയുമ്പോൾ cos π/2, cos π/2 ആണ് cos 90, cos 90 0 ആണ് അല്ലേ, cos 90 0. അപ്പോൾ I = I1 വരെ എത്ര വരിക? I1 പകരം I പ്ലസ് I2 പകരം 4I അല്ലേ, പ്ലസ് 2 × √I × 4I അല്ലേ, I × 4I. I1 I2 പകരം I × 4I. പിന്നെ cos 90 × 0 വരും. ഈ ടേം കംപ്ലീറ്റ് ആയിട്ട് പോലെ, കാരണം cos 90 0 ആയാൽ സെക്കൻഡ് ടേം കംപ്ലീറ്റ് ആയിട്ട് പോകും. അപ്പോൾ I = എന്ത് കിട്ടും? I + 4I 5I കിട്ടും ആൻസർ. ക്ലിയർ ആണോ? അപ്പോൾ ഇപ്പം നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. I = 9I കിട്ടിയില്ലേ അല്ലേ. രണ്ടാമത്തെ കേസിൽ അത് I ആയി മാറി, പിന്നെ പെർപെൻഡിക്കുലർ ആയപ്പോൾ 5I ആയി. അപ്പോൾ നമുക്ക് നോക്കാം എപ്പോഴാണ് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം? 9I. അപ്പോൾ ഇത് കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ ആണ്. ആണോ? എടാ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം, കാരണം വാല്യൂ നോക്ക്, ഫൈൻ്റെ വാല്യൂ 0. കണ്ടീഷൻ നോക്ക്, നമ്മൾ നേരത്തെ ഒരു ബോക്സിൽ എഴുതിയില്ലേ, കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് നടക്കാനുള്ള കണ്ടീഷൻ 0 ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ 5 0 വന്നപ്പോൾ 9I കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആണത്. പിന്നെ -1 വരുമ്പോൾ പൈ, ഫേസ് ഡിഫറൻസ് പൈ ആയപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? മിനിമം ആയിരുന്നു. cos φ വാല്യൂ -1 മിനിമം വാല്യൂ. അപ്പോൾ അത് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആണ്. മനസ്സിലായോ? ക്ലിയർ? ദാറ്റ് മീൻസ് ഈ I-യും 4I-യും തമ്മിൽ ഓവർലാപ്പ് ചെയ്തപ്പോൾ 9I കിട്ടിയ സൂപ്പർ പൊസിഷൻ ആണ് കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ. വെറും I-യിലേക്ക് ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ റിസൾട്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു. അപ്പോൾ അത് ഡിസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ ആണ്. ആംഗിൾസ് കറക്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയർ ആണ് കോൺസെപ്റ്റ്?